ബിനിതാസ് കുക്കിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചിക്കൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കണ്ടാലാണ് പെർഫെക്റ്റ് ടേസ്റ്റിലൂടെ ഇത് നിങ്ങൾക്ക് തയ്യാറാക്കാൻ കഴിയൂ. അപ്പോൾ നേരെ റെസിപ്പിയിലേക്ക് പോകാം. ഇവിടെ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ തൈരും 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം. ഇത് അരമണിക്കൂർ മാറ്റിവെക്കാം. ആദ്യം തന്നെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ലോ ഫ്ലെയിമിലിട്ട് 2 വശവും ഒന്ന് മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. ഇപ്പോൾ ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതൊരു ബൗളിലോട്ടേക്ക് മാറ്റാം. ഇതേ പാനിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടറൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു സവാള ചെറുതായി അരിഞ്ഞതും 2 തക്കാളി നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കാഷ്നട്ടും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം. അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വേവിച്ചാൽ തക്കാളിയൊക്കെ പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. തക്കാളിയൊക്കെ നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ നന്നായി ഒന്ന് വാട്ടിക്കൊടുക്കാം. ഇതൊന്ന് ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ഒരു ജാറിലിട്ട് ഇതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ നന്നായി ഒന്ന് അരച്ചെടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ഇളം ചൂടുവെള്ളവും കൂടി ചേർത്ത് ഒരു അരിപ്പ് വെച്ച് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. തക്കാളിയിൽ കുരുവും തൊലിയൊക്കെ കളയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് നന്നായി ഒന്ന് അരിച്ചെടുക്കുന്നത്. ഇതൊരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 2 ടീസ്പൂൺ ഫ്രഷ് ക്രീമും ഒരു ചെറിയ കഷ്ണം ബട്ടറും ചേർത്ത് 5 മിനിറ്റ് നന്നായി ഒന്ന് തിളപ്പിക്കണം. ഗ്രേവി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ പീസ് ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കാം. അവസാനമായി കുറച്ച് കസൂരി മേത്തി കൂടി ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് തിളപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫാക്കി മാറ്റിവെക്കാം.
വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ബട്ടർ ചിക്കൻ തയ്യാറായി കഴിഞ്ഞു. കുറച്ച് ഫ്രഷ് ക്രീമും കസൂരി മേത്തിയും ചേർത്ത് ഇതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻസ് ആയിട്ട് രേഖപ്പെടുത്തണം. ആദ്യമായി ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്